BJP സാമ്രാജ്യത്വത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. ഇങ്ങനെ ചെയ്താൽ കോട്ടയത്തെ പാവപ്പെട്ടവർക്ക് എന്താ പ്രശ്നം? കോട്ടയത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം പ്രശ്നമാണ്. കോട്ടയത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കോട്ടയത്തെ വ്യവസായികൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്കാകെ വലിയ പ്രശ്നമാണ്. അമേരിക്ക ആരാണ്? ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം. ഇന്ത്യയോ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം. 47 സ്വാതന്ത്ര്യം കിട്ടി. 50-ൽ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി. 56-ൽ നാം റിപ്പബ്ലിക്കായി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് ആ സംസ്ഥാനങ്ങളിലൂടെ ഈ ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പരിശ്രമിക്കുക. ഡെമോക്രസി, സെക്കുലറിസം, സോവേണിറ്റി, സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഓരോ പൗരനും അത് പരിശോധിക്കണം. എന്താണ് ഡെമോക്രസി? പൗരന്മാരുടെ പരിപൂർണ അവസര സമത്വം. എത്ര കാലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു? ഇന്ത്യൻ പൗരന്മാർക്ക് അവസര സമത്വം ഉണ്ടായോ? ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്തുള്ള അതേ പട്ടിണി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള സംഘടനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കെടുത്തപ്പോൾ ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത മനുഷ്യരുടെ കണക്കെടുത്തപ്പോൾ ബീഹാറിൽ 100-ൽ 30%, അങ്ങനെ ഉത്തർപ്രദേശിൽ 100-ൽ 28%, അങ്ങനെ. ഏതാ സംസ്ഥാനം? അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിച്ചിട്ടില്ല. അവിടെ ഭരിച്ചത് 4-ൽ 3 ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് ആയിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം പിന്നിടുമ്പോഴും ആ നാട്ടിലെ ജനങ്ങൾ കൊടും പട്ടിണിക്കാരായി തുടരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസിൻ്റെ ഏട്ടനാണ് ഈ കാര്യത്തിൽ BJP. ചേട്ടൻ ബാബ അനിയൻ ബാബ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം BJP അമേരിക്കയിലെ ട്രംപിൻ്റെ മുന്നിൽ സാഷ്ടാംഗം കണക്കുക. RSS ആണ് BJP നയിക്കുന്നത്. പണ്ട് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ടെൻറ്റുകൾ കെട്ടി കുട്ടിക്കരണം മറിഞ്ഞിട്ടുള്ളവരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘക്കാർ. ആ കൂട്ടത്തിൽ ആൾക്കൂട്ടം കണ്ട് തെറ്റിദ്ധരിച്ച് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആൻഡമാനിലെ ജയിലിൽ കിടന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതിയിട്ടുള്ള ആളാണ് വീര സവർക്കർ എന്ന് BJP വിശേഷിപ്പിക്കുന്ന വിനായക് ദാമോദർ സവർക്കർ. രേഖകളുണ്ട്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് സാമ്രാജ്യത്വ അധിനിവേശത്തോട് അത്ര വെറുപ്പൊന്നും ഉണ്ടാവില്ല. ഇവിടെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടേ ആരുമായിട്ടും ഒരു കരാറിൽ ഒപ്പിടാൻ പാടുള്ളൂ. ചർച്ച ചെയ്തോ? മോദി അറിഞ്ഞോ? ശരിക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഫോൺ കോളിലൂടെയാണ് രണ്ടുപേരും സംസാരം. ട്രംപ് പറഞ്ഞത് എന്നെ സന്തോഷിപ്പിക്കണമെന്ന് മോഡിക്ക് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തും മോദി ചെയ്യുന്ന. എന്തൊരു പരിഹാസമാണ് കൂട്ടരെ.